വെൽക്കം ടു LDCHU വേൾഡ്. PSC പരീക്ഷകൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SCERT ടെക്സ്റ്റ് ബുക്കിലാണ് പഠിച്ചു വരുന്നത്. ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടുള്ള 5 മുതൽ 9ാം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക് വീഡിയോസ് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് നോട്ടുകൾ അവൈലബിൾ ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിസ്റ്ററി ചാപ്റ്റർ 8 കേരളം ആധുനികതയിലേക്ക് എന്ന് പറഞ്ഞ 10ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. കേരളം ആധുനികതയിലേക്ക്. 1498 മെയ് 20 ഞായർ. സമീപസ്ഥമായ മനോഹരമായ മലനിരകളുണ്ടായിരുന്നു. ഞങ്ങളുടെ വഴികാട്ടിക്ക് സ്ഥലം പെട്ടെന്ന് കൃത്യമായി തിരിച്ചറിയാൻ പറ്റിയില്ല. കരയോട് കുറെ കൂടി അടുത്തപ്പോൾ അയാൾ പറഞ്ഞു, നമ്മൾ കലയക്കുറ്റിന് വടക്കായിട്ടാണെന്നും ഇതുതന്നെയാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനമെന്നും. അന്നു രാത്രി കലയക്കുറ്റു പട്ടണത്തിന് 2 കാതം ദൂരെ ഞങ്ങൾ നങ്കൂരമിട്ടു. കാപ്പാട് എന്ന ഈ പട്ടണത്തെ ഞങ്ങളുടെ വഴികാട്ടി കലീക്കുറ്റ് എന്ന് തെറ്റിദ്ധരിച്ചതിനാലാണ് ഇപ്രകാരം ചെയ്തത്. അല്പം ദൂരെയായി പന്തലായിനി എന്ന പട്ടണവുമുണ്ട്. 4 വഞ്ചികളിലായി കരയിൽ നിന്ന് പുറപ്പെട്ട കുറേ പേർ ഞങ്ങളെ സമീപിച്ചു. അവർക്കറിയേണ്ടത് ഞങ്ങൾ ഏതു നാട്ടുകാരാണെന്നായിരുന്നു. കലയക്കുറ്റിലേക്കുള്ള വഴി അവർ ചൂണ്ടിക്കാട്ടിത്തന്നു. വാസ്കോഡഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ അൽവാരോ ബെൻഹോവിൻ്റെ ഡയറിക്കുറിപ്പുകളാണിത്. 1498 മെയ് 20 ഞായറാഴ്ചയാണ് വാസ്കോഡഗാമ കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങുന്നത്. 15ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്താണ് യൂറോപ്യൻ വ്യാപാരത്തിനായി കേരള തീരത്തെത്തുന്നത്. കേരളവുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നവരിൽ പ്രധാനികൾ അറബികളും ചൈനക്കാരുമായിരുന്നു. അവരുടെ വ്യാപാര കുത്തക അവസാനിപ്പിക്കുക എന്നതായിരുന്നു പോർച്ചുഗീസുകാരുടെ ലക്ഷ്യം. കോഴിക്കോട്ടെ ഭരണാധികാരിയായ സാമൂതിരിയോട് അറബി കച്ചവടക്കാരെ പുറത്താക്കണമെന്ന് പോർച്ചുഗീസുകാർ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാൻ സാമൂതിരി തയ്യാറാകാതിരുന്നത് പോർച്ചുഗീസുകാരെ കുപിതരാക്കി. കോഴിക്കോടിൻ്റെ ശത്രുരാജ്യമായ കൊച്ചിയിൽ താവളമുറപ്പിച്ച് കേരളത്തിൽ ആധിപത്യം നേടാൻ അവർ പരിശ്രമിച്ചു. കുഞ്ഞാലിമരക്കാരുടെ നേതൃത്വത്തിലുള്ള സാമൂതിരിയുടെ നാവികപ്പട പോർച്ചുഗീസുകാർക്കെതിരെ അറബിക്കടലിൽ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ നടത്തിയെങ്കിലും വിജയിക്കാനായില്ല. പോർച്ചുഗീസുകാരെ കൂടാതെ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും വ്യാപാര കുത്തക നേടിയെടുക്കുന്നതിന് പരസ്പരം മത്സരിച്ചു. കുരുമുളകിനു വേണ്ടിയായിരുന്നു ഈ മത്സരങ്ങളെല്ലാം തന്നെ. 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരത്തി. എന്നാൽ ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ അതിലെ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയതോടുകൂടി അവർക്ക് കേരളം വിട്ടുപോകേണ്ടി വന്നു. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന കർണാട്ടിക് യുദ്ധങ്ങളിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ ദക്ഷിണേന്ത്യയിലെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാരുടെ കൈകളിലായി. പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരൊക്കെ വ്യാപാര കുത്തക നേടിയെടുക്കുന്നതിൽ പരസ്പരം മത്സരിക്കുകയാണ്. 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരത്തുന്നു. അതുപോലെ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തുന്നുണ്ട്. അതോടുകൂടി അവർ കേരളം വിടുകയാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. 1741 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. പിന്നീട് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടക്കുന്ന കർണാട്ടിക് യുദ്ധങ്ങൾ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ ദക്ഷിണേന്ത്യയിലെ വ്യാപാര കുത്തകൾ ബ്രിട്ടീഷുകാരുടെ കൈകളിലാകുകയാണ്. കുഞ്ഞാലിമരക്കാരെക്കുറിച്ച് നോക്കാം. കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിയുടെ നാവിക പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലിമരയ്ക്കന്മാർ. കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ടയായിരുന്നു ഇവരുടെ ആസ്ഥാനം. ഇവർ 4 പേരുണ്ടായിരുന്നു. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയങ്കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ്. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയങ്കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലിമരക്കർ മൂന്നാമനാണ്. ചാലിയങ്കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് 16ാം നൂറ്റാണ്ടിൽ എഴുതിയ ഒരു അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ എന്ന് പറയുന്നത്. ഈ ചാലിയങ്കോട്ടയുടെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് രചിച്ച ഒരു കാവ്യമാണ് ഫത്ഹുൽ മുബീൻ എന്നത്. വ്യക്തമായ വിജയം എന്നാണ് ഫത്ഹുൽ മുബീൻ്റെ അർത്ഥം വരുന്നത്. ഇസ്ലാം മതത്തിലും ഹിന്ദു ധർമ്മത്തിലും വേണ്ടി ഒരുപോലെ പോരാടിയും ഹിന്ദുവായുള്ള രാജാവിനെ കണ്ടു പഠിക്കുവിൻ
സുൽത്താന്മാരെ എന്ന വരികളാണ് അക്കാലത്തെ സാമുദായിക സൗഹാർദ്ദത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ വരികൾ. കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം ഡച്ചുകാരെ സംബന്ധിച്ചിടത്തോളം അത്യന്തം വിനാശകരമായിരുന്നു. പ്ലാസി യുദ്ധത്തെ പോലെ ഇതും ഒരു മഹത്തായ യുദ്ധമായിരുന്നില്ല. പക്ഷേ കേരളം മലബാർ പിടിച്ചെടുക്കണമെന്ന ഡച്ചുകാരുടെ മോഹം ഇതോടെ അസ്തമിക്കുകയാണ്. ഡച്ചുകാരുടെ ആയുധ ബലത്തിനേറ്റ ആദ്യത്തെ ശക്തിയേറിയ പ്രഹരമായിരുന്നു കുളച്ചൽ യുദ്ധം. അതിൻ്റെ ആഘാതത്തിൽ നിന്നും മുക്തി നേടാൻ പിന്നീട് ഒരിക്കലും അവർക്ക് കഴിഞ്ഞില്ല. ഇതുതന്നെയാണ് ഈ യുദ്ധം കൊണ്ടുണ്ടാക്കിയ ധാർമ്മിക നേട്ടമെന്ന് സർദാർ കെ.എം. പണിക്കരുടെ ഹിസ്റ്ററി ഓഫ് കേരളയിലുള്ള ഭാഗമാണ് ഇത്രയും പറഞ്ഞത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിലേക്ക്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് 1615 കേരളത്തിലെത്തിയ ബ്രിട്ടീഷുകാർ സാമൂതിരിയെ സന്ദർശിക്കുകയാണ്. വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്യുന്നു. പിന്നീട് വിഴിഞ്ഞത്തും തലശ്ശേരിയിലും അഞ്ചുതെങ്ങിലും പാണ്ടികശാലകൾ എന്ന് പറഞ്ഞാൽ സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള അനുമതി കമ്പനി കരസ്ഥമാക്കുകയാണ്. തിരുവനന്തപുരത്തുള്ള ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് അഞ്ചുതെങ്ങിലെ കോട്ട പണിയാനുള്ള അനുവാദം നേടിയെടുക്കുന്നു. പിൻകാലത്ത് പടിഞ്ഞാറൻ തീരത്തെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാന സൈനിക കേന്ദ്രമായി മാറുന്നു അഞ്ചുതെങ്ങ്. അഞ്ചുതെങ്ങിലെ ബ്രിട്ടീഷ് സൈനിക കേന്ദ്രത്തിൽ നാട്ടുകാർക്ക് ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു. 1721 ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോവുകയായിരുന്ന 150ഓളം പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ വധിക്കുകയാണ്. ഇത് ആറ്റിങ്ങൽ കലാപം എന്നറിയപ്പെടുന്നു. ആദ്യത്തെ സംഘടിത കലാപമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും PYQ ആയിട്ട് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. 1721 ആറ്റിങ്ങൽ കലാപം. കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. 1721 ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനമായി പോയിരുന്ന 150ഓളം പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ ചേർന്ന് വധിക്കുകയാണ്. ഇതാണ് ആറ്റിങ്ങൽ കലാപം എന്ന് അറിയപ്പെടുന്നത്. മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ 1792 ഒപ്പിട്ട ശ്രീരംഗപട്ടണ സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. PYQ ആണ്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ സന്ധി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1792 ശ്രീരംഗപട്ടണ സന്ധിയാണ്. 1792 കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കാൻ നിർബന്ധിതനായി. 1795 ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കുന്നു. പകരമായ ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം അവർ ബ്രിട്ടീഷുകാർക്ക് വാഗ്ദാനം ചെയ്തു. അങ്ങനെ മലബാറിൽ നേരിട്ടും കൊച്ചിയിലും തിരുവിതാംകൂറിലും സമാന്തര രാജാക്കന്മാർ വഴിയും ബ്രിട്ടീഷുകാർ ഭരണം നടത്തുകയാണ്. ചുരുക്കത്തിൽ 18-ാം നൂറ്റാണ്ടോടെ കേരളം പൂർണ്ണമായിട്ട് ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലാവുകയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ നോക്കാം. വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരത്തിൽ നിന്ന്. അന്യരുടെ രാജ്യങ്ങൾ വഞ്ചന കൊണ്ട് കൈയടക്കുന്നത് അവരുടെ വംശപാരമ്പര്യമാണ്. അങ്ങനെ ഒരു രാജ്യം അവരുടെ കൈപ്പിടിയിൽ അമർന്നാൽ അവരുടെ പട്ടാളം അവിടുത്തെ രാജധാനിയും കോട്ടയും തങ്ങളുടെ രക്ഷാശാസനത്തിൽ കൊണ്ടുവരും. രാജാവിൻ്റെയും ആഭിജാത വർഗത്തിൻ്റെയും പരമ്പരാഗതമായ അന്തസ്സും പദവികളും ആചാരാനുഷ്ഠാനങ്ങളെല്ലാം അതോടെ അവസാനിക്കും. ഉൾപ്പെടെയുള്ള എല്ലാ വ്യാപാരങ്ങളുടെ അവരുടെ കുത്തകയാകും. വസ്തുക്കളും വീടും വയലുകളും ഫലവൃക്ഷത്തോട്ടങ്ങളും അവരുടേതാകും. ഏറ്റവും നിസ്സാരമായ കുറ്റങ്ങൾക്ക് പോലും അവരുടെ നികൃഷ്ട ജന്മക്കളായ കിങ്കരന്മാർ കഠിന ശിക്ഷ നൽകും. കൃഷ്ണചൈതന്യയുടെ കേരളം എന്നതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ബ്രിട്ടീഷുകാർ രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും അധികാരത്തിൽ ഇടപെടാൻ തുടങ്ങി. നൂറ്റാണ്ടുകളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെയും അവകാശങ്ങളുടെയും മേലുള്ള കൈകടത്തലുകൾ അവർക്കിഷ്ടമായില്ല. ഇതിനെ തുടർന്ന് മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും ബ്രിട്ടീഷുകാർക്കെതിരായി ചെറുത്തുനിൽപ്പുകൾ വളർന്നു വന്നു. പഴശ്ശി കലാപങ്ങൾ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശിരാജയാണ്. മൈസൂരിലെ ഭരണാധികാരികൾക്കെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചതിന് പകരമായി കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ വിജയിച്ചതിന് ശേഷം വാഗ്ദാനം നിറവേറ്റാൻ ബ്രിട്ടീഷുകാർ തയ്യാറായില്ല. മാത്രവുമല്ല, വയനാടിന്മേൽ ബ്രിട്ടീഷുകാർ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. ഇതിനെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. ചെമ്പൻ പോക്കർ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യ നേതാവായ തലക്കൽ ചന്തു എന്നിവരുടെ സഹായത്താൽ പഴശ്ശി ശക്തമായ ഒളിപ്പോരുകൾ നടത്തി.
പോരാട്ടത്തിനിടയിൽ 1805 നവംബർ 30 പഴശ്ശിരാജ വധിക്കപ്പെടുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഴശ്ശി കലാപം. ബ്രിട്ടീഷ് ആധിപത്യങ്ങൾക്കെതിരെ മലബാറിൽ നടന്ന ശക്തമായ ഒരു ചെറുത്തുനിൽപ്പാണ്. മൈസൂർ ഭരണാധികാരിക്കാരുടെ ബ്രിട്ടീഷുകാരെ സഹായിച്ചതിന് പകരമായിട്ട് കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയ്ക്ക് വാഗ്ദാനം ചെയ്യുകയും എന്നാൽ വിജയിച്ചതിന് ശേഷം അത് നിറവേറാതെ വന്നപ്പോൾ അവിടുത്തെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പഴശ്ശി എന്ത് ചെയ്യാണ്, പോരാട്ടത്തിനിറങ്ങിയാണ്. പഴശ്ശിയെ സഹായിച്ച ആൾക്കാരാണ് ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യ നേതാവ് അടക്കൽ ചന്തു എന്നിവർ. അങ്ങനെ ഈ പോരാട്ടത്തിനൊടുവിൽ 1805 നവംബർ 30 പഴശ്ശിരാജ വധിക്കപ്പെടുകയാണ്. കേരളസിംഹം എന്ന പേരിൽ അറിയപ്പെട്ട പഴശ്ശിരാജയെ ബ്രിട്ടീഷ് മേഖലയിൽ പൈച്ചി രാജ എന്നും കൊട്യോട്ട് രാജ എന്നുമാണ് വിശേഷിപ്പിച്ചിരുന്നത്. ആണ് കേരള സിംഹം എന്നറിയപ്പെട്ടിരുന്ന പഴശ്ശിരാജയെ പൈച്ചി രാജ എന്നും കൊട്യോട്ട് രാജ എന്നും കൂടി വിളിക്കുന്നുണ്ട്. പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കിക്കൊണ്ട് സർദാർ KM പണിക്കർ കേരള സിംഹം എന്ന പേരിൽ ഒരു ചരിത്ര നോവൽ എഴുതിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തൻ്റെ വജ്രമോതിരം വിഴുങ്ങി പഴശ്ശിരാജാവ് ആത്മഹത്യ ചെയ്തതായിട്ടാണ് നോവലിൽ പരാമർശിച്ചിരിക്കുന്നത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കേരള സിംഹം എന്നത് സർദാർ KM പണിക്കറിൻ്റെ പഴശ്ശിരാജയെക്കുറിച്ചിട്ടുള്ള നോവലാണ്. അതുപോലെ പൈച്ചി രാജ എന്നും കൊട്യോട്ട് രാജ എന്നും കൂടി പഴശ്ശിരാജ അറിയപ്പെടുന്നുണ്ട്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ്. പഴശ്ശി സ്മാരകം മാനന്തവാടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശി ഡാം കണ്ണൂരാണ്. പഴശ്ശി മ്യൂസിയം വരുന്നത് കോഴിക്കോടാണ്. വേലുത്തമ്പിയും പാലിയത്തച്ഛൻ. തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ആഭ്യന്തരകാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെട്ടതിനെതിരെയാണ് ദിവാൻമാരായ വേലുത്തമ്പിയും പാലിയത്തച്ഛനും പ്രതിഷേധിച്ചത്. 1809 ജനുവരി 11 പുറത്തിറക്കിയ കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. വെരി ഇമ്പോർട്ടൻ്റ്. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം വേലുത്തമ്പി ദളവയാണ് പുറത്തിറക്കുന്നത്. കുണ്ടറ വിളംബരം നടത്തിയത് വേലുത്തമ്പി ദളവയാണ്. 1809 ജനുവരി 11 ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട് ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നതാണ്. തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം ബ്രിട്ടീഷ് റെസിഡൻറ്റ് മെക്കാളയുടെ ഔദ്യോഗിക വസതി ആക്രമിക്കുന്നു. പക്ഷേ ബ്രിട്ടീഷ് സൈന്യത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇവർക്കായില്ല. പിടിക്കപ്പെടുമെന്നുറപ്പായപ്പോൾ വേലുത്തമ്പി ആത്മഹത്യ ചെയ്യുകയാണ് മണ്ണടിയിൽ വെച്ചിട്ട്. അരിശം തീരാത്ത ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ മൃതശരീരം തിരുവനന്തപുരത്തെ കണ്ണമൂലയിൽ കെട്ടിത്തൂക്കുകയാണ്. മണ്ണടിയിൽ ആത്മഹത്യ ചെയ്യുന്നു, എന്നാൽ അരിശം തീരാതിരുന്ന ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു, ദളവയുടെ മൃതശരീരം തിരുവനന്തപുരത്തെ കണ്ണമൂലയിൽ കെട്ടിത്തൂക്കുന്നു. പാലിയത്തച്ഛനെ മദ്രാസിലേക്ക് നാടുകടത്തുന്നു. പഴശ്ശിരാജ, വേലുത്തമ്പി, പാലിയത്തച്ഛൻ എന്നിവരുടെ പരാജയത്തോടെ ബ്രിട്ടീഷുകാരോടുള്ള നാടുവാഴികളുടെ എതിർപ്പ് അവസാനിക്കുകയാണ്. എന്നാൽ ജനകീയ എതിർപ്പുകൾ തുടരുന്നുണ്ട്. കേരളം ലോക കമ്പോളത്തിൻ്റെ ഭാഗമാകുന്നു. ഭരണനിയന്ത്രണം ഏറ്റെടുത്തതോടെ ബ്രിട്ടീഷുകാർ ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ ചുരുങ്ങിയ വിലയ്ക്ക് കൈക്കലാക്കുകയും അവരുടെ നാട്ടിലുണ്ടാകുന്ന വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ഉയർന്ന വിലയ്ക്ക് ഇവിടെ വിറ്റഴിക്കുകയും ചെയ്യുന്നു. ഇതോടെ സ്വയം പര്യാപ്തമായിരുന്ന നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ തകരുകയാണ്. അങ്ങനെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ വിദേശ വ്യാപാരം വൻതോതിൽ വർദ്ധിക്കുകയാണ്. കേരളം ലോക കമ്പോളത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. എന്തൊക്കെയാണ് ഇവർ കയറ്റുമതി ഇറക്കുമതി ചെയ്തതെന്ന് നോക്കാം. ഇവിടെയുള്ള സാധനങ്ങൾ ഇവർ കയറ്റുമതി ചെയ്തത് നാളികേരം, ശർക്കര, കശുവണ്ടി, കുരുമുളക്, അടക്ക, ഇരുമ്പയിര് തുടങ്ങിയവയായിരുന്നു. അവരുടെ നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്തതാണ് തുണിത്തരങ്ങൾ, മണ്ണെണ്ണ, പുകയില, പഞ്ചസാര, ലോഹ ഉൽപ്പന്നങ്ങൾ എന്നിവ. വ്യാപാരം സുഗമമാക്കാൻ മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും നിലനിന്നിരുന്ന വ്യാപാര നിയമങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ്, ഭേദഗതി ചെയ്യുകയാണ്. ഏകീകരിച്ച നാണയ വ്യവസ്ഥയും അളവ് തൂക്ക സമ്പ്രദായവും അവർ നടപ്പിലാക്കുകയാണ്. റെയിൽപാത. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. ബേപ്പൂർ മുതൽ തിരൂർ വരെ നീണ്ടുകിടക്കുന്ന ഈ റെയിൽപാത 1861 നിർമ്മിച്ചത്. അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനും വ്യവസായ ഉൽപ്പന്നങ്ങൾ വിദൂര ഗ്രാമങ്ങളിൽ പോലും എത്തിക്കുന്നതിനും റെയിൽവേ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഉപയോഗപ്പെടുത്തി. വ്യാപാരത്തിനായി ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ റോഡുകളും പാലങ്ങളും റെയിൽപ്പാളങ്ങളും പണിതു. ചരക്ക് ഗതാഗതം സുഗമമാക്കാൻ കൊച്ചി, കോഴിക്കോട്, ആലപ്പുഴ തുറമുഖങ്ങളും വികസിപ്പിച്ചു.
ഭൂബന്ധങ്ങളിലുണ്ടായ മാറ്റങ്ങൾ നോക്കാം. ബ്രിട്ടീഷ് ഭരണം ഭൂമിയുടെ മേൽ വിവിധ ജനവിഭാഗങ്ങൾക്കുണ്ടായിരുന്ന അവകാശങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിയത്. പ്രാദേശിക നാടുവാഴികളെയും ജന്മിമാരെയും ഭൂവുടമകളായി കണക്കാക്കുകയും അവർ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ട നികുതി മുൻകൂട്ടി നിശ്ചയിക്കപ്പെടുകയും ചെയ്യുന്നു. ജന്മിമാരും നാടുവാഴികളും കുടിയാന്മാരുടെ മേൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുന്നു. കൃഷിക്കാരെ കുടിയൊഴിപ്പിക്കുകയും ചെയ്യുന്നു. ഇതോടെ മലബാറിലെ കൃഷിക്കാരുടെ ജീവിതം കൂടുതൽ പരിതാപകരമാവുകയാണ്. ഇതിനെതിരെ നടന്ന കലാപങ്ങളിലൊന്നായിരുന്നു മാപ്പിള കലാപങ്ങൾ. അത് നമ്മൾ പഠിച്ചതാണ്. ഈ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച ലോഗൻ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 1929 മലബാറിൽ കുടിയാന്മ നിയമം നടപ്പിലാക്കിയതോടെ കർഷകർക്ക് ഭൂമിയുടെ മേൽ നാമമാത്രമായെങ്കിലും അവകാശം ലഭിക്കുകയാണ്. മലബാറിലെ കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനായി ലോഗൻ കമ്മീഷനെ നിയമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശുപാർശ പ്രകാരം 1929 മലബാർ കുടിയാന്മ നിയമം നടപ്പിലാക്കുന്നു. അതുവഴി കർഷകർക്ക് ഭൂമിയുടെ മേൽ നാമമാത്രമായ അവകാശങ്ങൾ ലഭിക്കുകയാണ്. തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ തന്നെ ഭൂവുടമ ബന്ധങ്ങളിൽ മാറ്റം വരുത്തിയിരുന്നു. മാടമ്പിമാരുടെ ഭൂമിയെല്ലാം പണ്ടാരം വക, അതായത് സർക്കാർ വക ഭൂമിയായിട്ട് മാറി. ഈ പണ്ടാരം വക ഭൂമിയിലെ കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകിക്കൊണ്ടുള്ള ഒരു സുപ്രധാന വിളംബരമാണ് 1865 തിരുവിതാംകൂർ സർക്കാർ പുറപ്പെടുവിക്കുന്നത്. ഇതാണ് പണ്ടാരപ്പാട്ട വിളംബരം എന്നറിയപ്പെടുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ തന്നെ ഭൂവുടമ ബന്ധങ്ങളിൽ മാറ്റം വരുത്തുകയാണ്. മാടമ്പിമാരുടെ ഭൂമിയെല്ലാം എന്തായിരുന്നു, സർക്കാർ വക ഭൂമിയാക്കി മാറ്റുന്നു. ഈ പണ്ടാരം വക ഭൂമിയിലെ കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകിക്കൊണ്ടൊരു സുപ്രധാന വിളംബരം വരുന്നു. അതാണ് 1865 പണ്ടാരപ്പാട്ട വിളംബരം. 1896 പാസാക്കിയ ജന്മി കുടിയാൻ നിയമപ്രകാരവും തിരുവിതാംകൂർ കുടിയാന് ഭൂമിയുടെ മേൽ ഉടമസ്ഥാവകാശം ലഭിക്കുകയാണ്. അങ്ങനെ ഭൂരിഭാഗം കുടിയാന്മാരും തിരുവിതാംകൂറിൽ നാമമാത്രമായ ഭൂവുടമകളായി മാറുന്നു. ഇതിനു പകരമായി അവർ സർക്കാരിലേക്ക് വലിയ നികുതി അടയ്ക്കേണ്ടതായി വരുന്നു. ചുരുക്കത്തിൽ തിരുവിതാംകൂറിലെ കർഷകരുടെ നികുതി ഭാരം കൊണ്ട് പൊറുതിമുട്ടുകയാണ് ചെയ്യുന്നത്. 1914 കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വരുന്നത്. നോക്കാം. തിരുവിതാംകൂറിൽ 1865 പണ്ടാരപ്പാട്ട വിളംബരം വരുന്നു. കൊച്ചിയിൽ കുടിയായ്മ നിയമം വരുന്നത് 1914 മലബാറിൽ 1929 മലബാർ കുടിയായ്മ നിയമം വരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. തിരുവിതാംകൂറിൽ 1865 പണ്ടാരപ്പാട്ട വിളംബരം, കൊച്ചിയിൽ 1914 കുടിയായ്മ നിയമം വരുന്നതെങ്കിൽ മലബാർ കുടിയായ്മ നിയമം വരുന്നു 1929. കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണം. ബ്രിട്ടീഷ് ആധിപത്യം കേരളത്തിലെ കാർഷിക രീതിയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു. കേരളീയ ഉൽപ്പന്നങ്ങൾക്ക് വിദേശ കമ്പോളത്തിൽ ധാരാളം ആവശ്യക്കാരുണ്ടായിരുന്നു. മലയോര പ്രദേശങ്ങളിലെ കാപ്പി, തേയില, ഏലം, റബ്ബർ എന്നിവ വൻകിട തോട്ടങ്ങളായി കൃഷി ചെയ്യാൻ തുടങ്ങി. മറ്റു വിളകൾ കൃഷി ചെയ്തതോടെ നെല്ലിൻ്റെ ഉൽപ്പാദനം കുറയുകയും പല പ്രദേശങ്ങളിലും ഭക്ഷ്യക്ഷാമം പടർന്നു പിടിക്കുകയും ചെയ്തു. ഇതിന് പരിഹാരമായിട്ട് മരച്ചീനി കൃഷി വ്യാപിപ്പിക്കുകയാണ്. ഇതേ കാലത്ത് തന്നെയാണ് ബ്രിട്ടീഷുകാരനായ കനോലിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ തേക്കും തോട്ടം ആരംഭിക്കുന്നത്. ഈ തോട്ടം ഭൂരിഭാഗവും ബ്രിട്ടീഷുകാരുടെ ഉടമസ്ഥതയിലായിരുന്നു. വനഭൂമി വൻതോതിൽ ബ്രിട്ടീഷുകാർ പതിച്ചു നൽകിയും തോട്ടങ്ങളിലേക്ക് ഗതാഗത സൗകര്യം ഏർപ്പെടുത്തിയും തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണാധികാരികൾ തോട്ടകൃഷി പ്രോത്സാഹിപ്പിക്കുകയാണ്. അങ്ങനെ കേരളം വാണിജ്യ വിള കൃഷി ചെയ്യുന്ന പ്രദേശമായി മാറ്റുകയാണ്. കനോലി പ്ലോട്ട്. വ്യാപാര ആവശ്യത്തിനുള്ള കപ്പലുകൾ നിർമ്മിക്കുന്നതിന് വൻതോതിൽ തേക്ക് മരങ്ങൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആവശ്യമായി വന്നു. തേക്കിന് പറ്റിയ മലബാറിലെ വളക്കൂറുള്ള മണ്ണിൽ തേക്ക് മരങ്ങൾ വച്ചുപിടിപ്പിക്കാൻ കളക്ടറായ ഹെൻറി വാലന്റൈൻ കൊനോലിയെ കമ്പനി ചുമതലപ്പെടുത്തുകയാണ്. നിലമ്പൂർ മേഖലയിൽ 1500 ഏക്കറിലും കനോലി തേക്ക് വച്ചു പിടിപ്പിച്ചു. ഇത് പിന്നീട് കനോലി പ്ലോട്ട് എന്നാണ് അറിയപ്പെടുന്നത്. കനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നിലമ്പൂരിലാണ്. തേക്കിൻ തോട്ടമാണ്. അവിടുത്തെ അന്നത്തെ കളക്ടറായ ഹെൻറി വാലന്റൈൻ കൊനോലിയാണ് ഇത് വച്ച് പിടിപ്പിച്ചത്. തോട്ട വ്യവസായത്തിൻ്റെയും പരമ്പരാഗത വ്യവസായത്തിൻ്റെയും വളർച്ച. തോട്ടവിളകൾ സംസ്കരിക്കുന്നതിനും കയറ്റി അയക്കുന്നതിനും ബ്രിട്ടീഷുകാർ കേരളത്തിൽ ഫാക്ടറികൾ ആരംഭിച്ചു.
തേയില, കാപ്പി, റബ്ബർ എന്നിവ തോട്ടമേഖലകളിൽ വളർന്നു വന്ന വ്യവസായങ്ങളാണ്. ഇതോടൊപ്പം തന്നെ നാളികേരം, കയർ, കശുവണ്ടി, കൈത്തറി, ബീഡി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പരമ്പരാഗത വ്യവസായങ്ങളും എന്തെയാണ് ശക്തി ആർജിക്കുകയാണ്. എണ്ണയാട്ടു മില്ലുകൾ കേരളത്തിൽ വ്യാപകമായി. ആലപ്പുഴയായിരുന്നു വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ കേന്ദ്രം. 1859 ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിക്കുന്നു. PYQ ആണ്. 1859 ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിക്കുന്നു ആലപ്പുഴയിൽ. കശുവണ്ടി ഫാക്ടറികൾ കൊല്ലം കേന്ദ്രമാക്കി വളർന്നു വരുന്നു. ഫറോക്ക്, കൊല്ലം, ഒല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഓട്ട് കമ്പനികളും കണ്ണൂർ, കോഴിക്കോട് കൈത്തറി നിർമ്മാണശാലകളും ആരംഭിക്കുന്നു. ബീഡി വ്യവസായം കണ്ണൂർ കേന്ദ്രമാക്കി വളർന്നു വന്നു. ഇതിൽ കശുവണ്ടി ഫാക്ടറികൾ കൊല്ലം കേന്ദ്രമാക്കി ആരംഭിക്കുന്നു. കോഴിക്കോട് ഫറൂക്ക്, അതുപോലെ ഒല്ലൂർ എന്നീ സ്ഥലങ്ങൾ കേന്ദ്രമാക്കി ഓട്ട് കമ്പനികൾ, കണ്ണൂരും കോഴിക്കോടും കൈത്തറി നിർമ്മാണശാലകൾ ആരംഭിക്കുന്നു. ബീഡി വ്യവസായം ആരംഭിക്കുന്നു. വ്യവസായങ്ങളുടെ ഉദയം. 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെയാണ് ആധുനിക വ്യവസായങ്ങൾ കേരളത്തിൽ സ്ഥാപിക്കപ്പെടുന്നത്. അവയിൽ ഭൂരിഭാഗവും തിരുവിതാംകൂറിലും കൊച്ചിയിലുമായിരുന്നു. ബ്രിട്ടീഷുകാർ വ്യവസായങ്ങൾക്കാവശ്യമായ സാങ്കേതിക സാമ്പത്തിക സഹായങ്ങൾ നൽകി. പള്ളിവാസൽ വൈദ്യുതി നിലയം സ്ഥാപിക്കപ്പെട്ടത് ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തി. അക്കാലത്ത് സ്ഥാപിക്കപ്പെട്ട മറ്റ് വ്യവസായങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പുനലൂർ പേപ്പർ മില്ല് സ്ഥാപിക്കുന്നു കൊല്ലത്ത്. കുണ്ടറ സിറാമിക്സ് സ്ഥാപിക്കുന്നു കൊല്ലത്ത്. കളമശ്ശേരി ഫാക്ട് സ്ഥാപിക്കുന്നു എറണാകുളം. റബ്ബർ വർക്ക്സ് തിരുവനന്തപുരത്ത് സ്ഥാപിക്കുന്നു. ടാറ്റ ഓയിൽ മിൽസ് കൊച്ചിയിൽ. അളഗപ്പ തുണിമിൽ സ്ഥാപിക്കുന്നു കൊച്ചിയിൽ. ഇമ്പോർട്ടൻ്റ് ആണ്. പുനലൂർ പേപ്പർ മില്ലും കുണ്ടറ സിറാമിക്സും കൊല്ലത്ത് സ്ഥാപിക്കുന്നു. കളമശ്ശേരി ഫാക്ട് സ്ഥാപിക്കുന്നു എറണാകുളത്ത്. റബ്ബർ വർക്ക്സ് സ്ഥാപിക്കുന്നു തിരുവനന്തപുരം. ടാറ്റ ഓയിൽ മിൽസും അളഗപ്പ തുണിമില്ലും സ്ഥാപിക്കുന്നു കൊച്ചിയിൽ. മൂലധനം സ്വരൂപിക്കുന്നതിനുള്ള പണമിടപാട് സ്ഥാപനങ്ങളായി ബാങ്കുകൾ ഇക്കാലത്ത് കേരളത്തിൽ വളർന്നു വന്നു. ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് നെടുങ്ങാടി ബാങ്ക്. തുടർന്ന് ഇംപീരിയൽ ബാങ്ക്, ഇന്ത്യൻ നാഷണൽ ബാങ്ക്, ചാർട്ടേഡ് ബാങ്ക് എന്നിവ നിലവിൽ വരികയാണ്. സാംസ്കാരിക മേഖലയിലെ ബ്രിട്ടീഷ് സ്വാധീനം. യൂറോപ്യരുടെ വരവോടെയാണ് കേരളത്തിൽ അച്ചടി ആരംഭിക്കുന്നത്. മലയാളത്തിലെ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടുവും തയ്യാറാക്കുന്നതിൽ കൂടുതൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നത് ജസ്യൂട്ട് മിഷണറിമാരാണ്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കുന്നത്. PYQ ആണ്. മലയാള ഭാഷയിലെ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ്. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ചോദിക്കുകയാണെങ്കിൽ അത് സംക്ഷേപവേദാർത്ഥമാണ്. മിഷണറിയായ ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവും ഡോക്ടർ ഹെർമൻ കുണ്ടട്ട് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവും പ്രസിദ്ധപ്പെടുത്തി. ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കുന്നു. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കുന്നു ഹെർമൻ കുണ്ടർട്ട്. ഇതൊക്കെ പ്രസിദ്ധപ്പെടുത്തുന്നു. ഡോക്ടർ ഹെർമൻ കുണ്ടർട്ട് തലശ്ശേരിയിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തിയ രാജസമാചാരം, പശ്ചിമോദയം എന്നിവ മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങളാണ്. മലയാളത്തിലെ ആദ്യത്തെ പത്രമാണ് രാജസമാചാരം, അതുപോലെ പശ്ചിമോദയം. ഇതൊക്കെ തലശ്ശേരിയിൽ നിന്ന് ഡോക്ടർ ഹെർമൻ കുണ്ടർട്ടാണ് പുറത്തിറക്കിയത്. മിഷണറി സംഘം അവരുടെ പ്രവർത്തന മേഖല ഏതെന്ന് നോക്കാം. ലണ്ടൻ മിഷൻ സൊസൈറ്റി LMSൻ്റെ പ്രവർത്തന മേഖല തിരുവിതാംകൂറായിരുന്നു. ചർച്ച് മിഷൻ സൊസൈറ്റി CMS കൊച്ചിയും തിരുവിതാംകൂറുമായിരുന്നു പ്രവർത്തന മേഖല. ചർച്ച് മിഷൻ സൊസൈറ്റി CMSൻ്റെ പ്രവർത്തന മേഖല കൊച്ചിയും തിരുവിതാംകൂറും കൂടിയായിരുന്നു. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ BEMൻ്റെ പ്രവർത്തന മേഖല മലബാറാണ്. ജാതി മതം ഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ആശയത്തിന് കേരളത്തിൽ തുടക്കം കുറിക്കുന്നത് മിഷണറിമാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണാധികാരികൾ മിഷണറി സംഘങ്ങൾക്ക് ഭൂമി ദാനമായി നൽകിയിരുന്നു. തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും നാട്ടുരാജാക്കന്മാരും വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുകയും സ്കൂളുകളും കോളേജുകളും സ്ഥാപിക്കുകയും ചെയ്തു. തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ഗൗരി പാർവതിബായ് 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് പുറപ്പെടുവിച്ച വിളംബരം ശ്രദ്ധേയമാണ്. PYQ ആണ്. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട്
വിളംബരം പുറപ്പെടുവിച്ചത് അന്നത്തെ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ഗൗരി പാർവതി ബായിയാണ്. ബ്രിട്ടീഷുകാരുടെ വരവിന് മുമ്പ് കേരളത്തിൽ നിലനിന്നിരുന്ന ശിക്ഷാവിധികളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അക്കാലത്ത് കുറ്റാരോപിതൻ്റെ ജാതി അടിസ്ഥാനമാക്കിയാണ് വിചാരണയും ശിക്ഷയും നടപ്പിലാക്കിയിരുന്നത്. ഈ നീതിന്യായ വ്യവസ്ഥയെ ബ്രിട്ടീഷുകാർ പരിഷ്കരിച്ചു. കുറ്റവാളികളുടെ വാദം കേട്ട ശേഷം കുറ്റത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ഏകീകൃതമായ ശിക്ഷാവിധികൾ നടപ്പിലാക്കാൻ തുടങ്ങി. ഇതോടെ ജാതിക്കതീതമായി നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യമായി. കേസുകളുടെ വിചാരണക്കായി വിവിധ സ്ഥലങ്ങളിൽ അവർ കോടതികൾ സ്ഥാപിച്ചു. ബ്രിട്ടീഷ് ഭരണത്തോടെ കേരളത്തിലെ പരമ്പരാഗത ആയുർവേദ ചികിത്സാരീതിയേക്കാൾ ആധുനിക വൈദ്യശാസ്ത്രങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കുകയാണ്. വസൂരി തടയാനുള്ള കുത്തിവയ്പ് ആദ്യമായി നടത്തിയത് മലബാറിലാണ്. ഇക്കാലത്ത് തിരുവിതാംകൂറിലേക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് മരുന്ന് വരുത്താൻ ഒരു കമ്പനിയെ തന്നെ രാജാവ് നിയമിക്കുകയാണ്. മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്നിവിടങ്ങളിൽ സർക്കാർ ആശുപത്രികൾ ആരംഭിച്ചു. കേരളത്തിൻ്റെ ചില സമുദായങ്ങളിൽ നിലനിന്നിരുന്ന പിന്തുടർച്ചാക്രമം മാതാവ് വഴിയുള്ള മരുമക്കത്തായമായിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സിദ്ധിച്ച യുവാക്കൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും കോടതികളിൽ വ്യവഹാരങ്ങൾ ഫയൽ ചെയ്യുകയും ചെയ്തു. അങ്ങനെ തിരുവിതാംകൂറിലും മലബാറിലും കൊച്ചിയിലും മരുമക്കത്തായത്തിനെതിരായ നിയമങ്ങൾ നിലവിൽ വരുന്നു. മക്കത്തായ സമ്പ്രദായത്തിനാണ് ഈ നിയമങ്ങൾ ഊന്നൽ നൽകിയത്. ഇതുപ്രകാരം തറവാട്ടിലെ എല്ലാ അംഗങ്ങൾക്കും സ്വത്തിനുമേൽ അവകാശം ലഭിക്കുകയാണ്. ഇത് തറവാട്, കൂട്ടുകുടുംബം എന്നിവയുടെ തകർച്ചയ്ക്ക് കാരണമാവുന്നു. കേരളത്തിലെ വിഭവങ്ങൾ ചൂഷണം ചെയ്യാനും ഭരണം സുഗമമാക്കാനുമുള്ള നടപടികളുടെ ഭാഗമായിരുന്നു ഈ പരിഷ്കാരങ്ങളെങ്കിലും കേരളീയ സമൂഹത്തിൻ്റെ ആധുനികീകരണത്തിന് ഇതെന്തായി സഹായകമായി. പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സാമൂഹിക മാറ്റങ്ങളും. കേരളം ഒരു ഭ്രാന്താലയം. മലബാറിൽ ഞാൻ കണ്ടതിനേക്കാൾ കവിഞ്ഞ ഒരു വിഡ്ഢിത്തം ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. സവർണർ നടക്കുന്ന വഴിയിൽ കൂടി അവർണന് നടന്നുകൂടാ. ഈ മലബാറുകാരെല്ലാം ഭ്രാന്തന്മാരാണ്. അവരുടെ വീടുകൾ അത്രയും ഭ്രാന്താലയങ്ങൾ. സ്വാമി വിവേകാനന്ദനാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. 19-ാം നൂറ്റാണ്ടിലെ കേരളത്തിൻ്റെ സാമൂഹികാവസ്ഥയെക്കുറിച്ച് സ്വാമി വിവേകാനന്ദൻ്റെ പരാമർശമാണത്. ജാതി വ്യവസ്ഥയുടെ കാർക്കശ്യം അക്കാലത്ത് കേരളത്തിൽ ശക്തമായിരുന്നു. താഴ്ന്ന ജാതിക്കാരെ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായാണ് കണക്കാക്കിയിരുന്നത്. ഒരു വ്യക്തിയുടെ സമൂഹത്തിലെ പദവി തീരുമാനിച്ചിരുന്നത് ജനിച്ച ജാതിയെ അടിസ്ഥാനമാക്കിയായിരുന്നു. ഓരോ ജാതിയിലും ധാരാളം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിന്നിരുന്നു. ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രചാരവും പാശ്ചാത്യ ആശയങ്ങളോടുള്ള സമ്പർക്കവും മൂലം ജാതി വ്യവസ്ഥിതിയുടെയും അന്ധവിശ്വാസങ്ങളുടെയും യുക്തിരാഹിത്യം കേരളീയർക്ക് ബോധ്യമായി. സമൂഹത്തിലെ അസമത്വങ്ങളെയും അനാചാരങ്ങളെയും ഇല്ലാതാക്കുന്നതിനു വേണ്ടി പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ അതിൻ്റെ പരിഷ്കർത്താക്കളെ പരിചയപ്പെടാം. വൈകുണ്ഠസ്വാമികളുടേതാണ് സമത്വ സമാജം. വൈകുണ്ഠസ്വാമികളാണ് സ്ഥാപിക്കുന്നത്. കൂട്ടുകുടുംബ വ്യവസ്ഥ, സമ്പത്തം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടിയ ഒരു പ്രവർത്തനമാണ് ചട്ടമ്പിസ്വാമികളുടേത്. ശ്രീനാരായണ ധർമ്മ പരിപാല യോഗം SNDP സ്ഥാപിക്കുന്നു ശ്രീനാരായണ ഗുരു. അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിക്കുകയാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. സാധുജന പരിപാലയ സംഘം എന്ന പ്രസ്ഥാനം സ്ഥാപിക്കുന്നു അയ്യങ്കാളി. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സ്ഥാപിക്കുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി. വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘം സ്ഥാപിക്കുന്നു. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം സ്ഥാപിക്കുന്നു. പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം സ്ഥാപിക്കുന്നു. മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി NSS സ്ഥാപിക്കുന്നു. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ സ്ഥാപിക്കുന്നു. കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിക്കുന്നു. വെരി വെരി ഇമ്പോർട്ടൻറ്റ് PYQs ഇതിൽ നിന്ന് മസ്റ്റായിട്ടും ചോദിക്കുന്നതാണ്. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം സ്ഥാപിക്കുന്നു. കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടിയത് ചട്ടമ്പിസ്വാമികളാണ്. ശ്രീനാരായണ ധർമ്മ പരിപാല യോഗം സ്ഥാപിക്കുന്നു ശ്രീനാരായണ ഗുരു. അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിക്കുന്നു കുര്യാക്കോസ് ഏലിയാസ് ചാവറ. സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നു അയ്യങ്കാളി. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ. സഹോദര പ്രസ്ഥാനം സഹോദരൻ അയ്യപ്പൻ. പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിക്കുന്നു അരയ സമാജം. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കുന്നു മന്നത്ത് പത്മനാഭൻ. യോഗക്ഷേമ സഭ സ്ഥാപിക്കുന്നു VT ഭട്ടതിരിപ്പാട്. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിക്കുന്നു കുമാരഗുരുദേവൻ. ദൈവദശകവും ആത്മോപദേശ ശതകവും.
ആഴമേറും നിൻ മഹാസമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ശ്രീനാരായണ ഗുരു 100 വർഷം മുമ്പ് രചിച്ച പ്രാർത്ഥനാഗീതമായ ദൈവദശകത്തിൽ നിന്നുള്ള വരികളാണിവ. ആഴമേറും നിൻ മഹാസമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം എന്നുള്ളത് ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകത്തിൽ നിന്നുള്ള വരികളാണ്. അവനിവനെന്നറിയുന്നതൊക്കെയോർത്താൽ അവനിയിലാദ്യമായൊരാത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്ന അപരനു സുഖത്തിനായി വരേണ്. ആത്മോപദേശ ശതകം 24-ാം ശ്ലോകത്തിലെ വരികളാണവ. ചോദിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സാമൂഹ്യ മാറ്റത്തിനായുള്ള സമരങ്ങൾക്ക് പ്രചോദനമായിട്ടുണ്ട്. മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിലെ ചാനാർ സ്ത്രീകൾ പോരാട്ടം നടത്തി. ഇതിനെ തുടർന്ന് 1859 ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാനാർ സ്ത്രീകൾക്ക് അനുവദിച്ചത് ഉത്തരം തിരുനാൾ മഹാരാജാവാണ്. 1859 ചാനാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അവകാശം അനുവദിച്ചത് ഉത്രം തിരുനാൾ മഹാരാജാവാണ്. 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠ സാമൂഹിക രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചു. അരുവിപ്പുറം പ്രതിഷ്ഠ നടക്കുന്നു 1888 ശ്രീനാരായണ ഗുരു. ക്ഷേത്രങ്ങളും പൂജകളും ചെയ്യാനുള്ള അവകാശം അവർണ സമുദായത്തിൽപ്പെട്ടവർക്കു കൂടി നേടിയെടുക്കാൻ ഇതിലൂടെ കഴിഞ്ഞു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരേതേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് അരുവിപ്പുറത്ത് ക്ഷേത്രത്തിന് മുന്നിൽ ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തി. ചോദിക്കാറുണ്ട്, ഏത് ക്ഷേത്ര കവാടത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന്. അരുവിപ്പുറം ക്ഷേത്രത്തിന് മുന്നിലാണ്. വിജ്ഞാനത്തിന് പ്രാധാന്യം നൽകി ഗുരു ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വിദ്യാലയങ്ങളും വായനശാലകളും സ്ഥാപിച്ചു. വിദ്യ കൊണ്ട് പ്രവൃത്തരാവാനും സംഘടന കൊണ്ട് ശക്തരാകാനും അദ്ദേഹം ഉദ്ബോധിച്ചു. വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണെന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടി. ഉദാത്തമായ മനുഷ്യസ്നേഹത്തിനും സർവമത സാഹോദര്യത്തിനും അധിഷ്ഠിതമായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങളും പ്രവർത്തനങ്ങളും. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം 1924. ടി.കെ. മാധവൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിച്ചു. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924 സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. ഇതിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ നടന്നതാണ് സവർണ ജാഥ. ഈ സമരങ്ങളെ തുടർന്ന് വൈക്കം ക്ഷേത്രത്തിനു ചുറ്റുമുള്ള പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യാൻ അവർണ ജാതിക്കാർക്ക് അനുവാദം ലഭിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിന് എല്ലാ ജാതിയിലും പെട്ട ഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കെ. കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1931. എ. കെ. ഗോപാലനായിരുന്നു സമരത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ. ഈ സത്യാഗ്രഹത്തിൽ പി. കൃഷ്ണപിള്ളയ്ക്ക് ക്രൂരമായ മർദ്ദനമേറ്റു. ഈ ജനകീയ സമരങ്ങളുടെയെല്ലാം ഫലമായാണ് 1936 നവംബർ 12 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ. കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1931. എ. കെ. ഗോപാലനായിരുന്നു വളണ്ടിയർ ക്യാപ്റ്റൻ. ഈ സത്യാഗ്രഹത്തിൽ പി. കൃഷ്ണപിള്ളയ്ക്ക് ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് 1936 നവംബർ 12 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. തുടർന്ന് മദിരാശി ക്ഷേത്രപ്രവേശന വിളംബരപ്രകാരം മലബാറിലും കൊച്ചി രാജാവിൻ്റെ വിളംബരപ്രകാരം കൊച്ചിയിലും എല്ലാ വിഭാഗക്കാർക്കും ആരാധന സ്വാതന്ത്ര്യങ്ങൾ ലഭിച്ചു. ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ ഭരണപരമായി ഏകീകരിക്കപ്പെടാതിരുന്നതിനാൽ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിനൊരു ഏകീകൃത രൂപം കൈവന്നിരുന്നില്ല. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയപ്പോൾ കൊച്ചിയിലും തിരുവിതാംകൂറിലും റെസിഡന്റുമാരിലൂടെ പരോക്ഷമായാണ് ഭരണം നടത്തിയിരുന്നത്. അതിനാൽ മലബാറിനെ പോലെ രാഷ്ട്രീയ സമരങ്ങൾ കൊച്ചിയിലും തിരുവിതാംകൂറിലും ശക്തമായിരുന്നില്ല. മലബാർ
ഒന്നാം ലോക യുദ്ധ കാലഘട്ടത്തിലാണ് മലബാർ പ്രദേശത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമാവുന്നത്. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916 ആനി ബസന്റിൻ്റെ അധ്യക്ഷതയിൽ പാലക്കാട്ട് വെച്ച് നടന്നു. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം 1916 ആനി ബസന്റിൻ്റെ അധ്യക്ഷതയിൽ പാലക്കാട് വെച്ച് നടക്കുന്നു. കെ പി കേശവ മേനോൻ, കെ പി രാമൻ മേനോൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, കെ മാധവൻ നായർ, ഇ മൊയ്തു മൗലവി, എം പി നാരായണ മേനോൻ എന്നിവരായിരുന്നു ഇക്കാലത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയത്. 1920 മഞ്ചേരിയിൽ നടന്ന അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. 1920 മഞ്ചേരിയിലാണ് അവസാന മലബാർ രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത്. അതിലാണ് ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്. 1920 ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കോഴിക്കോട്ടെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി പ്രസിഡന്റായും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് സെക്രട്ടറിയായും ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിക്കുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനം മലബാറിൽ ശക്തിപ്പെട്ടു. അതേ തുടർന്ന് മലബാറിൽ പലയിടത്തും ബ്രിട്ടീഷുകാരുമായി നേരിട്ട് ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായി മലബാറിലെ കർഷകരായ മാപ്പിളമാർ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. ഈ സമരങ്ങളെ പൊതുവെ മലബാർ കലാപം എന്ന് വിശേഷിപ്പിക്കുന്നു. മലബാർ കലാപം നടക്കുന്നു 1921. 1930കളിൽ നിയമലംഘന പ്രസ്ഥാനം മലബാറിൽ ശക്തമാവുന്നു. കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിലും മുഹമ്മദ് അബ്ദുറഹിമാൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ടും ഉപ്പ് നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കി. ഉപ്പ് നിയമം ലംഘിച്ച സത്യാഗ്രഹികളെ ബ്രിട്ടീഷ് പട്ടാളം ക്രൂരമായി മർദ്ദിക്കുകയും സമരക്കാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. വിദേശ വസ്തു ബഹിഷ്കരണവും മദ്യഷാപ്പ് പിക്കറ്റിങ്ങുകളും ഖാദി പ്രചാരണവും നിയമലംഘനത്തിൻ്റെ ഭാഗമായിട്ട് നടന്നു. 1934 ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു വിഭാഗം സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരായി മാറുന്നു. 1939 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി രൂപപ്പെടുന്നു. EMS, AK ഗോപാലൻ, P കൃഷ്ണപിള്ള എന്നിവരായിരുന്നു പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ. അവർ കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ച് ജമ്മിത്തത്തിനും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനുമെതിരെ സമരസജ്ജരാക്കുന്നു. കയ്യൂർ, മൊറാഴ, കരിവള്ളൂർ എന്നിവിടങ്ങളിൽ കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ സമരങ്ങൾ നടക്കുന്നു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സർക്കാർ കെട്ടിടങ്ങൾ നശിപ്പിക്കുക, പാലങ്ങൾ തകർക്കുക, ടെലഗ്രാഫ് കമ്പികൾ മുറിച്ചിടുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ മലബാറിലുണ്ടായി. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സർക്കാർ കെട്ടിടങ്ങൾ നശിപ്പിക്കുക, പാലങ്ങൾ തകർക്കുക, ടെലഗ്രാഫ് കമ്പികൾ മുറിച്ചെടുക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ മലബാറിലുണ്ടാകുന്നു. ഇതിൽ പ്രധാനപ്പെട്ടതാണ് കീഴരിയൂർ ബോംബ് കേസ്. ഫറൂഖ് പാലം തകർക്കാൻ KB മേനോൻ, കുഞ്ഞിരാമ കിടാവ് എന്നിവരുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നു എന്നാരോപിച്ച് 27 പേരെ പ്രതി ചേർത്ത് കേസ് ഫയൽ ചെയ്യുന്നു. കീഴരിയൂർ ബോംബ് കേസ് ഇതിൽ പ്രധാനപ്പെട്ടതാണ്. ഫറൂഖ് പാലം തകർക്കാൻ വേണ്ടി KB മേനോൻ, കുഞ്ഞിരാമ കിടാവ് എന്നിവരുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നു എന്നാരോപിച്ചുകൊണ്ട് 27 പേരെ പ്രതി ചേർത്ത് കേസ് ഫയൽ ചെയ്യുകയാണ്. പൂക്കോട്ടൂർ യുദ്ധം. നിസ്സഹകരണവും ഖിലാഫത്തും ശക്തമായ മലബാറിൽ 1921 മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്നൊരു പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചതോടെയാണ് കലാപം ആരംഭിക്കുന്നത്. 3000-ലധികം ആളുകൾ പങ്കെടുത്ത കലാപം അമർച്ച ചെയ്യാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറെ പ്രയാസപ്പെട്ടു. യുദ്ധത്തിൽ 100 കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത്. മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടന്നതാണ് ഒരു പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. ചേറ്റൂർ ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ നിന്ന് ഒരേയൊരു മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. പാലക്കാട്ടുകാരനായ ചേറ്റൂർ ശങ്കരൻ നായർ 1897 അമരാവതി സമ്മേളനത്തിലാണ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് അദ്ദേഹം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുന്നു. ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച അദ്ദേഹം ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. INCയുടെ സമ്മേളനത്തിൽ അധ്യക്ഷനായ ഏക മലയാളിയാണ്. അതുപോലെ ഗാന്ധിയും അരാജകത്വം എന്ന പുസ്തകം എഴുതിയിരിക്കുന്നതും ചേറ്റൂർ ശങ്കരൻ നായരാണ്.
മലബാർ കലാപത്തെക്കുറിച്ചൊരു പടപ്പാട്ട് ഉണ്ടായിട്ടുണ്ട്. മലബാർ കലാപത്തെ അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവി ഹിച്ച്കോക്കിനെ കലാപകാരികൾ കൊലപ്പെടുത്തി. ബ്രിട്ടീഷ് ഗവൺമെൻറ് അദ്ദേഹത്തിന് ഒരു സ്മാരകം നിർമ്മിച്ചു. ഇത് പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് സമരത്തിൽ പങ്കെടുത്ത കമ്പളത്ത് ഗോവിന്ദൻ നായർ എഴുതിയ ഒരു പാട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പുന്നപ്ര വയലാർ. തിരുവിതാംകൂർ പൗരസ്വാതന്ത്ര്യം കൈവരിക്കുന്നതിനുള്ള സമരം തുടങ്ങിയിട്ട് കാലം കുറേയായി. പുന്നപ്രയിലും വയലാറിലും തൊഴിലാളികൾ നടത്തിയ സമരം പൗരസ്വാതന്ത്ര്യത്തിനും ജനകീയ ഭരണത്തിനും വേണ്ടിയുള്ളതായിരുന്നു. 1938 കടയ്ക്കലും പാങ്ങോടും ആലപ്പുഴയിലും കൊല്ലത്തും നടന്ന സമരങ്ങൾ സ്വാതന്ത്ര്യസമരത്തെ സഹിച്ചതുപോലെ പുന്നപ്രയിലെയും വയലാറിലെയും കൂട്ടക്കൊലയും സ്വാതന്ത്ര്യത്തിൻ്റെ വേഗം കൂട്ടുകയാണ് ചെയ്തത്. സി കേശവമേനോൻ്റെ പ്രസംഗത്തിൽ നിന്നുള്ളതാണ്. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് 1891 മലയാളി മെമ്മോറിയലോടുകൂടിയാണ്. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ 10,000-ലധികം പേർ ഒപ്പിട്ട മെമ്മോറാണ്ടം മഹാരാജാവിന് സമർപ്പിക്കുന്നു. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് 1891 മലയാളി മെമ്മോറിയലോടുകൂടിയാണ്. നേതൃത്വം കൊടുത്തത് ബാരിസ്റ്റർ GP പിള്ളയാണ്. ഇത് മലയാളി മെമ്മോറിയൽ എന്ന് അറിയപ്പെടുന്നു. 1896 ഡോക്ടർ പൽപ്പു ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈഴവ മെമ്മോറിയൽ മഹാരാജാവിന് സമർപ്പിക്കുന്നു. 1896 ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈഴവ മെമ്മോറിയൽ മഹാരാജാവിന് സമർപ്പിക്കുന്നു. തിരുവിതാംകൂർ ദിവാനെ വിമർശിച്ചതിൻ്റെ പേരിൽ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരായ രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയതിന് വലിയ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നു. തിരുവിതാംകൂറിലുടനീളം വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ വളർന്നുവരുന്നു. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ 1932 നിവർത്തന പ്രക്ഷോഭം ആരംഭിക്കുകയാണ്. NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉത്തരവാദ ഭരണത്തിനായുള്ള ഈ സമരം നടന്നത്. 1938 പട്ടം താണുപിള്ള പ്രസിഡന്റായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടതോടെ തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമാവാൻ തുടങ്ങി. ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ 1946 നടന്ന പുന്നപ്ര വയലാർ സമരത്തോടെ തൊഴിലാളികളും രാഷ്ട്രീയ രംഗത്തേക്ക് വരികയാണ്. 1946 സർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കരണങ്ങൾക്കെതിരായി നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. അതോടുകൂടെ തൊഴിലാളികളും രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരികയാണ്. സ്വദേശാഭിമാനി K രാമകൃഷ്ണപിള്ളയുടെ വാക്കുകൾ നോക്കാം. എൻ്റെ ദൈവം കല്ലും മരവുമല്ല, എൻ്റെ രാജാവ് അഴിമതിക്കാരനായ രാജസേവകന്മാരുമല്ല. എന്നെ നാടുകടത്തുന്ന രാജസേവകന്മാരുടെ പേരിൽ ഭക്തിയില്ലെന്ന കുറ്റത്തിനാണെങ്കിൽ ആ ശിക്ഷാ നിയമം ആ സേവകന്മാരുടെ മനോരാജ്യത്തിൽ നടപ്പാക്കപ്പെട്ടിട്ടുള്ള വകയായിരിക്കാം. തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ശിക്ഷാ നിയമപ്രകാരമായിരിക്കില്ല. അല്ലെങ്കിൽ തന്നെ നാടുകടത്തൽ, കാരാഗൃഹം മുതലായ ശിക്ഷകളെ ഭയപ്പെടേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ എൻ്റെ രാജ്യത്തെ നിയമത്തെ ലംഘിക്കുന്നില്ല. ആ ശിക്ഷകളെ ഭയപ്പെടേണ്ടവർ കൊട്ടാരങ്ങളിൽ കൊലപാതകം ചെയ്യും, സാധുജനങ്ങളുടെ ധനാപഹാരം ചെയ്യും, യജമാന്മാരെ ദ്രോഹിച്ചും ഈശ്വരസങ്കല്പത്തിന് വിരുദ്ധമായും മറ്റും അകൃത്യങ്ങൾ പ്രവർത്തിച്ചും പാപക്കൂട്ടിൽ പതിച്ചിരിക്കുന്നവരാണ്. ഇത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ വാക്കുകളാണ്. ദിവാനായിരുന്ന ഷൺമുഖം ചെട്ടി വൈദ്യുത വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെ നടന്ന ഇലക്ട്രിസിറ്റി സമരം 1936 കൊച്ചിയിൽ ഉത്തരവാദിത്ത പ്രക്ഷോഭം ആരംഭിക്കുന്നത്. എന്നാൽ തിരുവിതാംകൂറിനെ പോലെ കൊച്ചിയിലെ പ്രക്ഷോഭങ്ങൾ ശക്തമായിരുന്നില്ല. 1941 നീലകണ്ഠ അയ്യർ, PR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവരുടെ നേതൃത്വത്തിൽ കൊച്ചി രാജ്യപ്രജാമണ്ഡലം രൂപീകൃതമായ ശേഷം രാഷ്ട്രീയ സമരങ്ങൾ ശക്തിപ്പെട്ടു വന്നു. ഇക്കണ്ട വാര്യർ, പനമ്പിള്ളി ഗോവിന്ദമേനോൻ, K അയ്യപ്പൻ തുടങ്ങിയവരായിരുന്നു കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. വർക്കല ക്ഷേത്ര മൈതാനത്ത് വച്ച് കൂടിയ കോൺഗ്രസ് സമ്മേളനത്തിൽ മിസ് ആനി മസ്കറിൻ്റെ ഒരു പ്രസംഗമാണ് കൊടുത്തിരിക്കുന്നത്. നോക്കാം. നമ്മുടെ നാട്ടിലെ സാമ്പത്തിക വ്യവസ്ഥ ഏറ്റവും അസംതൃപ്തമായ ഒന്നാണ്. ഒരു വശത്ത് കുബേരന്മാർ സുഖിക്കുകയും മറുവശത്ത് 80% ആളുകളും ദുരിതം അനുഭവിക്കുകയുമാണ് ചെയ്യുന്നത്. ഈ സാമ്പത്തിക വ്യവസ്ഥ കൊണ്ട് പട്ടിണിയും പരിവട്ടവുമായിട്ടാണ് നമ്മുടെ ആളുകൾ കഴിയുന്നത്. ഈ സാമ്പത്തിക വ്യവസ്ഥ മാറാതെ തിരുവിതാംകൂറിൽ ഒരു ഭരണകൂടത്തിന് ജീവിക്കുവാൻ സാധ്യമല്ല. ഒരു സ്ഥിതി സമീകരണം കൊണ്ട് മാത്രമേ സാമ്പത്തിക വ്യവസ്ഥ മാറുകയുള്ളൂ. ഭാവി തിരുവിതാംകൂർ ഒരു സോഷ്യലിസ്റ്റ് തിരുവിതാംകൂർ ആയാൽ മാത്രമേ തിരുവിതാംകൂറിന് നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ.
അത് മാറുന്നത് ഒരു രക്തച്ചൊരിച്ചിൽ കൊണ്ട് മാത്രമേ സാധ്യമാകൂ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഏതു സാമ്പത്തിക നീതിയും സമാധാനപരമായിരിക്കണം. ാണ് ആനി മാസ്കറിനാണ്. ദേശീയ പ്രസ്ഥാനങ്ങളും സ്ത്രീകളും കേരളമൊട്ടാകെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിൽ സജീവമായി പങ്കെടുക്കുകയും അവരുടെ രാഷ്ട്രീയ ബോധം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. വിദേശ വസ്ത്ര ബഹിഷ്കരണം, മദ്യഷ പിക്കറ്റിംഗ്, ഐത്തോച്ചാടനം, ഹരിജനോദ്ധാരണം, ഖാദി പ്രചാരണം എന്നിവ സ്ത്രീ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. 1931 കോൺഗ്രസിൻ്റെ വടകര സമ്മേളനം 1931 കോൺഗ്രസിൻ്റെ വടകര സമ്മേളനത്തിൻ്റെ ഭാഗമായി മഹിളാ സമ്മേളനം ചേരുന്നു. ഇത് കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനമായാണ് അറിയപ്പെടുന്നത്. മലബാറിൽ എ.വി. കുട്ടിമാളു അമ്മയും തിരുവിതാംകൂറിൽ അക്കാമ ചെറിയാൻ, ആനി മസ്കർ തുടങ്ങിയവരും ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി. കൗമുദിയെപ്പറ്റി ഗാന്ധിജി. ഹരിജനോദ്ധാരണത്തിൻ്റെ ഭാഗമായി ഞാൻ വടകരയിൽ സംസാരിക്കുമ്പോൾ ആഭരണങ്ങൾ സംഭാവനയായി നൽകണമെന്ന് സ്ത്രീജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. പ്രസംഗം നിർത്തിയ ഉടനെ 14-കാരിയായ കൗമുദി എന്ന പെൺകുട്ടി പ്ലാറ്റ്ഫോമിലേക്ക് കയറി വന്നു. അവൾ കയ്യിലെ വള അഴിച്ചു തന്നുകൊണ്ട് എന്നോട് ഓട്ടോഗ്രാഫ് ആവശ്യപ്പെട്ടു. ഞാനത് നൽകാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോൾ അവൾ മറ്റേ വളയും അഴിച്ചു തന്നു. ഞാൻ പറഞ്ഞു, നീ 2 വളകളും എനിക്ക് തരണമെന്നില്ല. സ്വർണ്ണ നെക്ലേസ് ഊരിത്തന്നുകൊണ്ടാണ് അവൾ അതിന് മറുപടി പറഞ്ഞത്. അവൾ ആളുകളുടെ ആഹ്ലാദാരവങ്ങൾക്കിടെ തൻ്റെ കർണാഭരണങ്ങൾ കൂടി അഴിച്ചു തന്നു. ഈ ആഭരണങ്ങൾക്കു പകരം ആഭരണങ്ങൾ വാങ്ങി അണിയേണ്ടതില്ലെന്ന് ഞാൻ കൗമുദിയെ ഓർമ്മിപ്പിച്ചു. നിന്റെ ത്യാഗം നീ ഉപേക്ഷിച്ച ആഭരണങ്ങളേക്കാൾ സത്യസന്ധമായ ആഭരണമാണ്. വടകര സമ്മേളനത്തിൽ വെച്ച് കൗമുദി എന്തിയാണ് ആഭരണങ്ങൾ അഴിച്ചു കൊടുത്തതിനെപ്പറ്റി ഗാന്ധിജി പറഞ്ഞതാണ്. ഐക്യ കേരളത്തിലേക്ക്. ഒരേ ഭാഷ സംസാരിച്ചിരുന്നവരെങ്കിലും മലയാളികൾ 3 വ്യത്യസ്ത ഭരണമേഖലകളായി ഭിന്നിച്ചു കിടക്കുകയായിരുന്നു. 1920 നാഗ്പൂരിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ച് 1-ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നു. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ബാരിസ്റ്റർ ടി. പ്രകാശമായിരുന്നു ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. തുടർന്ന് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വരുന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ സ്വാതന്ത്ര്യത്തിനു ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിക്കുന്നു. 1947 കേളപ്പൻ്റെ അധ്യക്ഷതയിൽ തൃശ്ശൂരിൽ ചേർന്ന ഐക്യകേരള കൺവെൻഷനിലും സ്വാതന്ത്ര്യപ്രാപ്തിക്കു ശേഷം ആലുവയിൽ വച്ച് ചേർന്ന ഐക്യകേരള സമ്മേളനത്തിലും ഐക്യകേരള പ്രമേയം പാസാക്കുന്നു. ഇതേ തുടർന്ന് 1949 ജൂലൈ 1 തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ചുകൊണ്ട് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിക്കുന്നു. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് EMS നമ്പൂതിരിപ്പാട് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. PYQ ആണ്, EMSൻ്റെതാണ്. 1.25 കോടി മലയാളികൾ. അതിലാണ് അദ്ദേഹം പറയുന്നത് മലയാളം സംസാരിക്കുന്ന പ്രദേശത്തെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണത്തിനായി പ്രക്ഷോഭങ്ങൾ ശക്തമായതിനെ തുടർന്ന് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിക്കുന്നു. കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം മലബാർ, തിരുവിതാംകൂർ, കൊച്ചി പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായി. തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ മദിരാശി സംസ്ഥാനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു. തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗമായിരുന്ന കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കുകൾ കേരളത്തിലേക്കും കൂട്ടിച്ചേർക്കപ്പെടുന്നു. തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുക്കുകയും തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗമായിരുന്ന കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കുകൾ കേരളത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. ഐക്യ കേരള പ്രതിജ്ഞ NV കൃഷ്ണവാര്യരാണ് എഴുതിയിരിക്കുന്നത്. നോക്കാം. 3ആയി മുറിഞ്ഞു കിടക്കുമീ കേരളം ഒന്നാക്കുമെന്നായി പ്രതിജ്ഞ ചെയ്യുന്നു നാം. 125 ലക്ഷം കരകളിൽ ഒത്തുതുടിപ്പതി സത്യാക്ഷരങ്ങളാം 2.5 കോടി ബലിഷ്ഠഹസ്തങ്ങളിൽ സംഘത്തിങ്കലുണ്ടായുധമേന്തുവാൻ ധൈര്യമുണ്ടെങ്കിലെതിർത്തിനീ നിൽക്കട്ടെ ദൈവാധികാരവും സന്ധിപ്പഴമയും ശക്തിയുണ്ടെങ്കിലെതിർത്തിനീ നിൽക്കട്ടെ ധിക്കാരകാപട്യ മർദ്ദനശക്തികൾ സ്വേച്ഛാധിപത്യം തകർത്തു ബഹുജന സ്വച്ഛന്ദ വാഴ്ച നടപ്പാക്കുമിങ്ങു നാം ഒറ്റ ജനസഭ ഒറ്റ നീതിന്യായം ഒറ്റ സർക്കാരിനീ കേരള ഭൂമിയിൽ. NV കൃഷ്ണവാര്യരാണ് ഐക്യകേരള പ്രതിജ്ഞ എഴുതിയിരിക്കുന്നത്.